പ്രശ്നം പരിഹരിക്കപ്പെടാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ ആ നടപടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഗവൺമെന്റാണ്. ഒന്ന്, രണ്ട് ജില്ലാ ഭരണകൂടങ്ങളാണ്. ആ രണ്ട് സംവിധാനങ്ങൾ അതിന് മുതിരാതെ വന്നപ്പോ ഞങ്ങൾ ഒരു സുപ്രഭാത തീരുമാന സമരത്തിന് വന്നവരല്ല. ലക്കിടിയിൽ നിന്ന് അടിവാരം വരെ പ്രക്ഷോഭ പദയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത MLA ആണ് ഞാൻ. IC ബാലകൃഷ്ണനും ഞാനും നിരവധി സമരങ്ങൾക്ക് കളക്ടറേറ്റ് പഠിക്കൽ നേതൃത്വം കൊടുത്തു. നിരവധി സമരങ്ങൾക്ക് ഞങ്ങൾ അടിവാരത്ത് നേതൃത്വം കൊടുത്തു. നിരവധി സമരങ്ങൾക്ക് ലക്കിടിയിൽ ഞങ്ങൾ നേതൃത്വം കൊടുത്തു. അസംബ്ലിയിൽ സബ്മിഷനായി, പാർലമെന്റ് കമ്മീഷനായി, ബഡ്ജറ്റ് ചർച്ചയിൽ, സപ്ലിമെന്ററി ചർച്ചയിൽ, മറ്റുള്ള വായിക്കുന്ന ബില്ലിന്റെ ചർച്ചകളിൽ ഈ പ്രശ്നങ്ങൾ ഗൗരവകരമായി ഞങ്ങൾ എടുത്തു കാണിച്ചു. നിരവധി കത്തുകൾ കൊടുത്തു. DDC മീറ്റിംഗുകളിൽ പറഞ്ഞു. അടക്കം നിറവേറ്റിട്ടും ഒരു മന്ത്രി നേരിട്ടോ? കോഴിക്കോട് ജില്ലയ്ക്ക് ചുമതലയുള്ള മന്ത്രിയുണ്ട്, വയനാട് ജില്ലയ്ക്ക് ചുമതലയുള്ള മന്ത്രിയുണ്ട്, രണ്ട് കളക്ടറേറ്റുകൾ, ആ കളക്ടറേറ്റുകൾക്ക് കളക്ടർമാരുണ്ട്, അധിപന്മാരുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നു, ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു മീറ്റിംഗ് നിങ്ങൾ ഇതുവരെ വിളിച്ചോ? ഞങ്ങൾ ചോദിക്കുന്നു പ്രധാനപ്പെട്ട ചോദ്യം. വയനാടിന്റെ പ്രശ്നം മാത്രമല്ല, കോഴിക്കോട് ജില്ലയിൽ നിന്ന് എന്റെ ബോധ്യം ശരിയാണെങ്കിൽ 20ഓളം വരുന്ന വാഹനം ഓരോ ദിവസവും ബാംഗ്ലൂർ മൈസൂർ ഭാഗത്തേക്ക് പോകുന്നു. 20ലധികം വാഹനങ്ങൾ അങ്ങോട്ട് പോകുന്നു, തിരിച്ചിങ്ങോട്ട് വരുന്നു. നമ്മുടെ ചരക്ക് ഗതാഗതത്തിന്റെ പ്രധാനപ്പെട്ട മാർഗമാണ്. ആളുകളുടെ പ്രധാനപ്പെട്ട സഞ്ചാര പദമാണ്. അവിടെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആയുസ്സിൽ 4 മണിക്കൂർ ഓരോ ദിവസവും കുരുക്കിൽപ്പെട്ട് കിടക്കുക. ഞാൻ ചോദിക്കുന്നു, ഒരു സർക്കാരിന്റെ സാന്നിധ്യം ഇവിടെയുണ്ടോ? ഒരു മന്ത്രിയുടെ സാന്നിധ്യം ഇവിടെയുണ്ടോ? വകുപ്പ് മന്ത്രിമാരുടെ ഇടപെടൽ ഇവിടെയുണ്ടോ? ബഹുമാന്യനായ MN കാരശ്ശേരി മാഷ് ഇന്നലെ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിന്റെ ഗതാഗത മന്ത്രി, കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി, രണ്ട് കളക്ടർമാർ ഇവരൊക്കെ ഒന്നിച്ചു ചേർന്നാൽ, വയനാടിന്റെ മന്ത്രി അടക്കം ഒന്നിച്ചു ചേർന്ന് ഒന്നിരുന്നാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ഗതാഗത പ്രശ്നം എന്ന് ബഹുമാന്യനായ MN കാരശ്ശേരി മാഷ് പറയുകയുണ്ടായി. ഞങ്ങൾ ഈ കാര്യം പറയുമ്പോ ആദ്യം അവർ പറയും, ഞങ്ങൾ തുരങ്കപാത കൊണ്ടുവന്നു, തുരങ്കം നടക്കുക. ഞങ്ങൾ അതിനെ അനുകൂലിച്ച ആളുകളാണ്. ഞാനതിന്റെ ഉദ്ഘാടനത്തിൽ, അതിന്റെ ലോഞ്ചിങ് പ്രവൃത്തി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തയാളാണ്. ഞങ്ങൾക്കത് തുറന്നു പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. ഞാൻ അതിന്റെ മീറ്റിംഗുകളിൽ പങ്കെടുക്കുകയും മീറ്റിംഗിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ജനപ്രതിനിധിയാണ്. പ്രിയങ്ക ഗാന്ധി അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിൽ അയച്ചയാളാണ്. ഞങ്ങൾ ചോദിക്കുന്നു, ബഹുമാന്യനായ കൽപ്പറ്റ നാരായണ മാഷ് ഒരു അതിപ്രധാനമായ കാര്യം പറഞ്ഞു. ഭാവിയിൽ കടന്നു വരുന്ന ഒരു കാര്യം പറഞ്ഞ്, ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇന്നത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുമോ? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്.